കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 13. രചന ശാലിനി ഇ. എ. പിന്നീടുള്ള ദിവസങ്ങളിൽ ഒഴിവു സമയങ്ങളിലെല്ലാം ഒത്തിരി വർക്കുകൾ ചെയ്യാനുണ്ടാകും. അതിനാൽ കാർത്തികയ്ക്കും ജ്വാലയ്ക്കും ഹൃദയയുടെ ക്ലാസ്സിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. മാധവ് ക്ലാസ്സിൽ വരുമെങ്കിലും ജ്വാലയെ മനഃപൂർവ്വം ശ്രദ്ധിക്കാറില്ല. എന്നാൽ അവളുടെ ശ്രദ്ധ തിരിയുമ്പോൾ അവൻ അവളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക പതിവായി. ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. ഇന്നാണ് ഞായറാഴ്ച, കാളിന്തിയുടെ പിറന്നാൾ ദിവസം. കാളിദാസ് കൊടുത്ത സാരിയാണ് ജ്വാല അന്ന് ഉടുക്കുന്നത്. ആ സാരിയെക്കുറിച്ച് അവതരിപ്പിക്കാൻ ഒരു നുണ തന്നെ ജ്വാല അച്ഛനോടും അമ്മയോടും പറയേണ്ടി വന്നു. ഒരു ദിവസം കാലത്ത് കോളേജിലേക്ക് പോകുമ്പോൾ അവൾ സാരിയുടെ കവറെടുത്ത് ബാഗിലേക്ക് വെച്ചിരുന്നു. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അവൾ ആ കവറെടുത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുത്തു. ചിറ്റൂർ മംഗലത്ത് തറവാട്ടിലെ ശാരദ മേഡം അവരുടെ മകളുടെ പിറന്നാളിനൊടുക്കാൻ തനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ സാരി എന്നും പറഞ്ഞാണ് അവളത് അവരെ ഏൽപ്പിച്ചത്. എന്നാലും മോളെ, കല്യാണത്തിന് മുൻപ് സാരി എടുക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? എൻ്റെയൊക്കെ തറവാട്ടിൽ ഭർത്താവിൻ്റെ കൈകൊണ്ട് തരുന്ന സാരിയായിരിക്കും ആ ഒരു പെണ്ണ് ആദ്യമായി ഉടുക്കുക. സുനന്ദ പറഞ്ഞത് കേട്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ അവൾ ഒരു നിമിഷം നിന്നു. അതൊക്കെ പണ്ടത്തെ ഓരോ ആചാരങ്ങളാണ് മോളെ. ഇന്നൊക്കെ അതും പറഞ്ഞിരുന്നാൽ ഒരു പെൺകുട്ടികളും സമ്മതിച്ചു തരില്ല. കാരണം ഓണാവകാശം വന്നാൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സാരിയല്ലേ ഉടുക്കുന്നത്. ഈ വർഷം മോൾക്കും സാരി ഉടുക്കേണ്ടി വരും. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ മുടക്ക് ന്യായം പറഞ്ഞിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മോൾ അത്തരം ആചാരങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അവൾ സന്തോഷത്തോടെ തന്നെ സാരിയല്ലേ അതെടുത്ത് ചെന്നില്ലെങ്കിൽ അവർക്കത് വിഷമമാകില്ലേ? അങ്ങനെ ആ കാര്യത്തിനൊരു പരിഹാരമായി. പിറ്റേ ദിവസം തന്നെ അവൾ അതിൻ്റെ ബ്ലൗസ് തയ്പ്പിക്കുകയും ചെയ്തു. രാവിലെ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം അവൾ സാരി ഉടുക്കാൻ തുടങ്ങി. എങ്ങനെ നോക്കിയിട്ടും അതിൻ്റെ ഞൊറിവൊന്നും ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സാരി മൊത്തത്തിൽ കൂട്ടിപ്പിടിച്ചും കൊണ്ട് അവൾ താഴേക്കിറങ്ങി. ഒടുവിൽ സുനന്ദയും സത്യനാഥും കൂടിയാണ് സാരി ഒതുക്കി പിടിച്ച് ഉടുത്തു കൊടുത്തത്. തലേ ദിവസം സത്യനാഥനെ കൊണ്ട് മാർക്കറ്റിൽ നിന്നും മുല്ലപ്പൂ വാങ്ങിച്ചിരുന്നു ജ്വാല. ഒരുക്കം കഴിഞ്ഞപ്പോൾ സുനന്ദ മകളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. നോക്കൂ സത്യേട്ടാ, എന്ത് ഭംഗിയാണ് നമ്മുടെ മോളെ കാണാൻ. ആരും കണ്ണ് വെക്കാതിരുന്നാൽ മതി. നിറഞ്ഞ കണ്ണുകളോടെ സുനന്ദയത് പറയുമ്പോൾ സത്യനാഥിൻ്റെ മിഴികളും നിറഞ്ഞിരുന്നു. അപ്പോൾ അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞത് പൊള്ളിയടർന്ന ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ മുഖമായിരുന്നു. ചിറ്റൂർ മംഗലത്ത് തറവാട്ടിൽ ഉത്സവപ്രതീതിയായിരുന്നു. സ്വീകരണമുറിനെ വർണ്ണക്കടലാസുകൾ കൊണ്ട് ബലൂണുകൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ ഓരോരുത്തരായി വന്നു തുടങ്ങി. മാധവ് ഹൃദയെയും കൊണ്ട് അവിടെ എത്തുമ്പോൾ 10 മണി കഴിഞ്ഞു. കാളിന്തി ഹൃദയെ സ്വീകരിക്കാനായി പൂമുഖത്തേക്ക് ഓടി. പിങ്ക് കളറുള്ള ഉടുപ്പണിഞ്ഞ് ഒരു വർണ്ണശലഭം പോലെയാണ് കാളിന്തിയുടെ വരവ്. ഹാപ്പി ബർത്ത്ഡേ ഇന്ദുമോളെ. കാളിന്തിയുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഹൃദയ പറഞ്ഞു. അത് കേട്ട് കിലിങ്ങി ചിരിച്ചും കൊണ്ട് അവൾ താങ്ക്സ് എന്ന് പറഞ്ഞു. ചേച്ചിയല്ലേ ഞങ്ങളുടെ ഗാർഡൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത്? കേക്ക് കട്ട് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. അതുവരെ നമുക്ക് ഗാർഡനിൽ പോയിരിക്കാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ കാളിന്തി ഹൃദയയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ഗാർഡനിലേക്ക് ഓടി. മാധവ് പൂമുഖത്ത് കിടന്ന കസേരകളിലൊന്നിൽ എന്തൊക്കെയോ ചിന്തിച്ചും കൊണ്ടിരുന്നു. കരിനീല ഷർട്ടും കസവും കരമുണ്ടും എടുത്ത് മുടി ഭംഗിയിൽ ചീകി വെച്ചുകൊണ്ട് ബാലു കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബത്തെ നോക്കി. കാലത്ത് അമ്പലത്തിൽ പോയി വന്ന കാളിന്തി അവനായി മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ച ഇലച്ചീന്തിൽ നിന്നും അല്പം ചന്ദനമെടുത്തവൻ നെറ്റിയിൽ തൊട്ടു. സുന്ദരനായിട്ടുണ്ട്. കണ്ണാടിയിലേക്ക് നോക്കി അവൻ അവനെ തന്നെ പുകഴ്ത്തി. പിന്നെ തൻ്റെ റൂമിൽ നിന്നിറങ്ങി കാളിയുടെ റൂമിലേക്ക് നടന്നു. അവൻ്റെ മുന്നിൽ ചെല്ലുന്നതുവരെ തനിക്ക് തൻ്റെ സൗന്ദര്യത്തിന് ആത്മവിശ്വാസം ഉണ്ടാകുമെന്ന് ബാലുവിന് നന്നായി അറിയാം. ഡ്രീം ചെയ്ത താടിയും മീശയും കുറച്ചു വളർത്തിയ മുടിയും ലിപ്സ്റ്റിക് ഇട്ടതുപോലത്തെ ചുണ്ടുകളും ഗൗരവമാർന്ന മുഖവും സൗന്ദര്യത്തിൻ്റെ പര്യായമാണ് കാളിദാസ്. ഇന്നാണെങ്കിൽ കസവുമുണ്ടും മെറൂൺ കളർ ഷർട്ടും. പിന്നെ പറയുകയേ വേണ്ട, അത്രയ്ക്ക് ഭംഗിയായിരിക്കും അവനെ കാണാൻ. കോളേജിൽ പഠിക്കുമ്പോൾ എത്ര പെൺകുട്ടികളാണ് ഇവൻ്റെ നോട്ടമൊന്ന് കിട്ടാൻ പിറകെ നടന്നത്. നിനക്കിവരിൽ ആരെങ്കിലും ഒന്ന് പ്രേമിച്ചുകൂടെ എന്ന എൻ്റെ ചോദ്യത്തിന് പുച്ഛം കലർന്ന ചിരിയായിരുന്നു മറുപടി. ഇവരൊന്നും എൻ്റെ മനസ്സിൽ ഒരു സ്പാർക്കും സൃഷ്ടിക്കുന്നില്ല. നിനക്ക് ആരെങ്കിലും പറ്റിയെങ്കിൽ എടുത്തോ. ഇത്രയും സുന്ദരിമാരെ കണ്ടിട്ടും സ്പാർക്ക് വീഴാത്തവൻ്റെ ഉള്ളിൽ സ്പാർക്ക് വീഴ്ത്താൻ പോകുന്ന പെണ്ണ് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ ആവോ?
അങ്ങനെ ആത്മകഥം ചെയ്തും കൊണ്ട് അവൻ കാളിദാസിൻ്റെ മുറിയിലെത്തി. പറഞ്ഞതുപോലെ കസവ് മുണ്ടിലും മറൂൺ കളർ ഷർട്ടിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാളിദാസ്. നിന്റെ കഴിഞ്ഞോ? ഞാനിപ്പോൾ വരാം. ഷർട്ടിൻ്റെ കൈ വൃത്തിയിൽ മടക്കി വെച്ചുകൊണ്ട് ബാലുവിനോടായി അവൻ പറഞ്ഞു. നീ ഇറങ്ങ്, ഞാൻ ബാൽക്കണിയിലുണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് ബാലു ഹാളിലെ ബാൽക്കണിയിലേക്ക് നടന്നു. റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ജോലയല്ലേ അത്? ഇവളെങ്ങനെ ഇവിടെ? അവൻ സംശയം തീർക്കാൻ എന്നാണോ പിന്നെയും നോക്കി. അതെ, അവൾ തന്നെ. കാളി, കാളി. ബാലു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു. എന്താടാ അലറിക്കൂവുന്നത്? നിന്റെ എന്തെങ്കിലും താഴേക്ക് വീണോ? ദേഷ്യം കൊണ്ട് ചുമന്ന മുഖവുമായി കാളിദാസ് അവൻ്റെ പിന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ ഒന്നും പൊട്ടി വീണില്ല, നീ അങ്ങോട്ട് നോക്ക്. ബാലു വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് കാളിദാസ് നോക്കി. താഴെ ഗാർഡനിൽ കാളിന്തിയോടൊപ്പം അവൾ. ഇളനീല ചുരിദാർ ധരിച്ച് ഷാമ്പു വിട്ട മുടി പിന്നിലേക്ക് വിടർത്തിയിട്ട് അതിമനോഹരിയായാണ് നിൽപ്പ്. ഇവളുടെ മുടി മുറിച്ചോ? പെട്ടെന്ന് കാളിയുടെ നാവിൽ വന്നത് അത്തരമൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം കേട്ട് ബാലു ആശ്ചര്യത്തോടെ തിരിഞ്ഞു നോക്കി. അത് ശരി, ആ പെണ്ണിനോട് ദേഷ്യമുണ്ടെങ്കിലും അതിൻ്റെ മുടിയുടെ നീളം കണക്കെടുത്ത് കഴിഞ്ഞു എന്നല്ലേ? കൊള്ളാം മോനെ, നന്നായിട്ടുണ്ട്. ബാലു ചുണ്ടുകളൊന്ന് പുച്ഛത്തിൽ കൂട്ടി. ഞാനെന്ത് കണക്കെടുപ്പ് നടത്തിയെന്നാ നീ പറയുന്നത്? ആദ്യമായി കാണുമ്പോൾ ഒരു ശാലീനതയുണ്ടായിരുന്നു ആ മുഖത്ത്. വേഷവും മുടിയും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാകാം. എന്നാൽ രണ്ടാമത് കണ്ടപ്പോൾ വേഷം ചുരിദാറായിരുന്നു. അവനൊന്ന് കൊള്ളിച്ചു പറഞ്ഞു. ചുരിദാറായാലും നാടൻ ലുക്കാണല്ലോ. ഓഹോ, അപ്പോൾ ഇതിനെന്താ കുഴപ്പം? ഇതൊരുമാതിരി മോഡലിങ് പോകുന്ന പോലെ. അങ്ങനെ പറഞ്ഞുകൊണ്ടവൻ തല വെട്ടിച്ച് പിന്തിരിഞ്ഞ് നടന്നു. 2 അടി നടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴും ബാലു അതേ നിൽപ്പാണ്. നീ വരുന്നില്ലേ? കാളിയുടെ അലർച്ചയിൽ ഒന്ന് നടുങ്ങിക്കൊണ്ട് അവൻ കാളിയുടെ പിന്നാലെ ഓടി. എന്നാലും ഇവളെ ഇപ്പോൾ ഇങ്ങോട്ട് ക്ഷണിച്ചത് ആരാണപ്പാ? കാളിയുടെ പിന്നിലായി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ബാലുവിൻ്റെ ഉള്ളിലെ ചിന്ത അതായിരുന്നു. സ്വീകരണമുറിയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. ഗോപകുമാരൻ്റെയും മുരളിനാഥിൻ്റെയും സേതുലക്ഷ്മിയുടെയും കാളിദാസൻ്റെയും ബാലുവിൻ്റെയും ഫ്രണ്ട്സുകൾ. പുറമേ ശാരദയുടെ സഹോദരൻ സുധാകരനും ഭാര്യ ഗൗരിയും മകൾ വൃന്ദയും ഉണ്ടായിരുന്നു. സുധാകരനും ചിറ്റൂർ മംഗലത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ന്യൂറോളജി സർജൻ. ഗൗരി ഹൗസ് വൈഫും. ഒരേയൊരു മകൾ വൃന്ദ MBBSന് ഫൈനലാണ്. വൃന്ദയ്ക്ക് കാളിദാസ് എന്ന് വെച്ചാൽ ജീവനാണ്. ജീവനല്ല, ഭ്രാന്താണെന്നാണ് പറയേണ്ടത്. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാളിദാസിനെ പ്രണയം കലർന്ന മിഴികളോടെ നോക്കി നിന്നു വൃന്ദ. അവൻ്റെ വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കിയ ശരീരത്തിലും ഡ്രീം ചെയ്ത മീശയിലും താടിയിലും മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളിലും തീക്ഷ്ണതയുള്ള ആ മിഴികളിലും അവളുടെ കണ്ണുകൾ കൊതിയോടെ ഓടി നടന്നു. ആ മെറൂൺ കളർ ഷർട്ടും മുണ്ടും അവനെന്തു ഭംഗിയാണെന്ന് അവൾ ഓർത്തു. കാളിയും ബാലുവും എത്തിയല്ലോ, എന്നാൽ പിന്നെ കേക്ക് കട്ടിങ് ചടങ്ങ് നടത്താം. എവിടെ ഇന്ദുമോള്? ഗോപകുമാർ എല്ലാവരോടും എന്ന പോലെ പറഞ്ഞുകൊണ്ട് കാളിന്തിയെ തിരഞ്ഞു. ഞാനിവിടെ ഉണ്ട് അച്ഛാ. പൂമുഖത്തെ വാതിലിനടുത്ത് ഹൃദ്യയുടെ കൈയും പിടിച്ചും കൊണ്ട് നിന്ന കാളിന്തി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതോടെ കാളിദാസിൻ്റെയും ബാലുവിൻ്റെയും ശ്രദ്ധ കാളിന്തിയിലായി. അവൾക്ക് പിന്നിൽ നിൽക്കുന്ന ഹൃദ്യയെ അവർ രണ്ടുപേരും മനഃപൂർവ്വം നോക്കിയില്ല. കാളിന്തി ഓടിവന്ന് 2 ഏട്ടന്മാരെയും ഒരുപോലെ ചുറ്റിപ്പിടിച്ചു. അവരും സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. 2 ഏട്ടന്മാരുടെയും നടുക്ക് നിന്നും കൊണ്ട് അവർ 3 പേരും ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യുക. ഇന്ന് ആദ്യമായല്ല, കാളിന്തി ജനിച്ച് 1ാം പിറന്നാൾ മുതൽ അങ്ങനെയാണ്. അവർ 2 പേരും കുഞ്ഞനിയത്തിയുമായി കേക്ക് സെറ്റ് ചെയ്തു വെച്ച മേശക്കരികിൽ പോയി നിന്നു. എന്നാൽ സമയം കളയണ്ട, തുടങ്ങിക്കോ. മുരളിനാഥ് അനുമതി കൊടുത്തതും കാളിദാസ് ഇടതു കൈ കാളിന്തിയുടെ ഇടതു തോളിലേക്ക് വെച്ച് വലതു കൈ കൊണ്ട് അവളുടെ കത്തി പിടിച്ച
കൈയിനെ ചേർത്ത് പിടിച്ചു. അതുപോലെ തന്നെ ബാലു അവൻ്റെ വലതു കൈ അവളുടെ വലതു തോളിലേക്ക് വെച്ച് ഇടതു കൈ കത്തിപ്പിടിച്ച കൈയിനോട് ചേർത്ത് പിടിച്ചു. അതിനുശേഷം 3 പേരും കൂടി കേക്ക് കട്ട് ചെയ്യാനായി കുനിഞ്ഞതും മുറ്റത്തൊരു സ്കൂട്ടി വന്ന് നിന്നതും ഒന്നിച്ചായിരുന്നു. നിൽക്ക് കാളി, പുറത്താരോ വന്നിട്ടുണ്ട്, ആ ആളും കൂടി അകത്തേക്ക് കയറിക്കോട്ടെ, എന്നിട്ട് മുറിക്കാം. അതോടെ കുനിഞ്ഞു നിന്നവൾ വീണ്ടും നിവർന്നു നിന്നു. അച്ഛാ, അതെൻ്റെ മിസ്സായിരിക്കും, മിസ്സാണ് സ്കൂട്ടിയിൽ വരുന്നത്. കാളിന്തി വിളിച്ചു പറഞ്ഞതും ബാലുവിൻ്റെ മുഖം പുച്ഛത്തിലൊന്ന് കൂടി. ഒരു മിസ്സ്. ട്യൂഷൻ പോയി തുടങ്ങിയതിന് ശേഷം മിസ്സിനെ കുറിച്ചുള്ള വർണ്ണനകൾ കേട്ട് ചെവിയുടെ കല്ല് പൊട്ടിപ്പോയിട്ടുണ്ടാവും. ഇപ്പോൾ താൻ തിരക്കിലായതുകൊണ്ടാവും വർണ്ണിക്കാനായി വരാത്തത്. അവൻ അടുത്ത് നിൽക്കുന്നവളുടെ മുഖത്തേക്ക് ഒന്ന് ചുളിഞ്ഞു നോക്കി. എന്നാൽ കാളിന്തിയുടെ മുഖം പൂ പോലെ വിടരുന്നത് കണ്ട് അവരിരുവരും പൂമുഖവാതിലേക്ക് നോക്കി. ഒരു നിമിഷം കാളിദാസിൻ്റെ കണ്ണിലൊരു മിന്നൽ പിണർ പാഞ്ഞുപോയതുപോലെ. ഒരു പുഞ്ചിരിയോടെ പൂമുഖവാതിൽ കടന്നു വരുന്നവളെ ഒരു ഞെട്ടലോടെയാണവൻ നോക്കി നിന്നത്. ബാലു കണ്ണുകൾ ചിമ്മി തുറന്ന് ഒരിക്കൽ കൂടി നോക്കി. അതെ, അവൾ തന്നെ. കാളി വാങ്ങിക്കൊടുത്ത സാരിയും അണിഞ്ഞ് നീളമുള്ള മുടിമെടഞ്ഞ് മുന്നിലേക്കെടുത്തിട്ട് അതിൽ നിറയെ മുല്ലപ്പൂ വെച്ച് അത്രക്കും മനോഹരിയായി. അപ്പോൾ നേരത്തെ കണ്ടവൾ അവളെവിടെ? ആരാണവൾ? തുടരുട്ടോ കഥയുടെ അടുത്ത ഭാഗം.